ഒളിച്ചു വന്ന രാജാവിനെ തുറന്നു വിടുന്നത്? അയ്യോ മാഡം, ഞാൻ താഴെ ഇരുന്നിട്ട് ഭയങ്കര ബോറടി. ആ, അതേ വീട്ടിൽ കയറുന്ന എല്ലാവർക്കും തോന്നുക. എന്നാ പിന്നെ ബോറടി മാറ്റാൻ ഒരു ഗെയിമിന് ഇരുന്നാലോ? ആ പിന്നെ അതിനെ ഞാൻ വൈറ്റാണല്ലേ. താങ്ക്സ്. ഈ വീട്ടിൽ ഭയങ്കര ബോറടി ആയതുകൊണ്ടാണോ മാഡത്തെ എവിടെ നിന്ന് കാണാത്തെ? ഏയ്, എനിക്കങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റുമോ? ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ളതല്ലേ. അതുകൊണ്ട് തന്നെ മാഡത്തിനെ പറ്റി ഉഗ്രൻ അഭിപ്രായം പുറത്തൊക്കെ. ആണോ? എന്തഭിപ്രായങ്ങൾ? അത് പലതും ഉണ്ട്. അല്ല മാഡം മിടുക്കിയാണ്, കാര്യപ്രാപ്തിയുള്ള ആളാണ്, തൊഴിലാളികളോടൊക്കെ നല്ല പെരുമാറ്റമാണ്, ശമ്പളം കൃത്യസമയത്ത് കൊടുക്കും, അങ്ങനെയൊക്കെ. നല്ല അഭിപ്രായങ്ങളാണല്ലോ. പിന്നെ ഇതൊന്നും കൂടാതെ ഓരോ അഭിപ്രായം കൂടെ ഉണ്ട്. എന്ത്? മാഡം ഭയങ്കര സുന്ദരിയാണ് എന്നൊരു അഭിപ്രായം കൂടെ ഉണ്ട്. അഭിപ്രായങ്ങൾ കൂടാതെ ചില സംശയങ്ങളും ഉണ്ട് കേട്ടോ. ഓ, അതുണ്ടോ? എന്താണ് സംശയങ്ങൾ? അല്ല, ഈ എൽഡോ ചായനെ പോലൊരാൾക്ക് ഇത്രയും മിടുക്കിയായിട്ടുള്ള ആരെങ്കിലും സംഭവിച്ചെന്നുള്ളത്. ഇത് നമ്മൾ പണ്ട് മുതൽ കേൾക്കുന്ന കഥയല്ലേ. ഇതുപോലൊരു ബംഗ്ലാവ്, അതിൽ പെട്ടുപോകുന്ന പാവം പെൺകുട്ടികൾ, അതിലൊന്നും വലിയ കഥയില്ലെന്നേ. പെട്ടുപോന്നൊന്നും പറയല്ലേ. ഞാൻ നോക്കിയിട്ട് മഴയോട് റാണിയെ പോലല്ലേ ജീവിക്കുന്നത്. ശരിയാ, മഹാറാണി. ചെക്ക്. ഷോ, ഇതാദ്യമായിട്ടോട്ടോ ഒരു പെണ്ണെന്നെ തോപ്പിക്കുന്നേ. അല്ല, ഇത്രയും പെട്ടെന്നേ. മാഡം ശരിക്കും ഭയങ്കര മിടുക്കിയാണല്ലേ. അതെ. ഇപ്പൊ എന്താ, ഈ ബോറടിക്ക് മാറിയില്ലേ? പിന്നെ എന്നാ ഇനി ബെല്ലിന് താഴെ പോയി വെച്ചതിന്റെ കാര്യങ്ങളൊക്കെ നോക്കാലോ. ആ സോറി, കുറച്ച് സമയമായി. ഓക്കെ. കുപ്പി ഇവിടെ ആയിരുന്നു. അപ്പൊ ഇനി ബോറടിക്കുമ്പോ ഒരു ഗെയിമിന് വരാലോ അല്ലേ? ഞാൻ ജയിക്കാൻ പോകുന്ന ഗെയിം നോക്കാം. ഓക്കെ, മതി മതി. ബെൽതാസർ. എന്നാച്ചേ? സോറി, ഇത് ഞാനിപ്പോൾ തന്നെ ശരിയാക്കി തരാം. ഇനി ഇങ്ങനൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഒന്ന് അമർത്തിക്ക്. ആ ഞെക്ക് ആ ഞെക്ക്. അപ്പൊ ഇനി അച്ഛൻ എന്നാ ആവശ്യം ഉണ്ടെങ്കിലും ആ ബെല്ല് അമർത്തിയാൽ മതി. ഈ ബെല്ല് ഇവിടെ ഉണ്ടാവും. ഓക്കെ, എന്നാ ഞാൻ പോയി അച്ഛനുള്ള ഭക്ഷണമായിട്ട് വരാവേ. എന്നാ പറ്റി? അത് ശരി.
വരുന്നു. നീ കഴിക്കാൻ നിൽക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ നീ പോയിട്ട് വരുമോ? ആ, അതെന്നതാ ഒരു ഒച്ച കേൾക്കുന്നേ? അച്ചായൻ അവിടെ കിടന്നുകൊണ്ട് തന്നെ നമ്മളെ വിളിക്കാൻ പാകത്തിനൊരു ബെല്ലിയാൻ വെച്ചു കൊടുത്തായിരുന്നു. അതാ. ആഹാ, അതുകൊള്ളാലോ. പക്ഷെ അതിപ്പോ എനിക്ക് തന്നെ പണിയാവുന്ന തോന്നുന്നു. എന്താ ഈ സൗണ്ട്? വാ കാണിച്ച അച്ചായ, പുലി വരുന്ന കളി ഇതേ കളിച്ച് ആവശ്യത്തിന് വിളിക്കുമ്പോൾ ആള് വരുമല്ലോ കേട്ടോ. ഇതാകുമ്പോൾ നമ്മൾ ബംഗ്ലാവിൽ എവിട്ടിരുന്നാലും വേണ്ട പച്ചായനെ വിളിക്കാലോ. വാവ്, ഇംപ്രസീവ്. അപ്പോൾ ഇങ്ങനത്തെ ബുദ്ധിയൊക്കെ ഉണ്ടല്ലേ? പിന്നെ അങ്ങനെയാണെങ്കിൽ ഈ ബുദ്ധിമാന് ഇന്നത്തെ ലഞ്ച് എൻ്റെ വക. എന്ത് പറയുന്നു? അതും കൂടെ അനുഭവിക്കാൻ എൻ്റെ വിധിയെങ്കിൽ അങ്ങനെ ആവട്ടെ. ബെൽ, ആ ലഞ്ച് റെഡിയായി. ഞാൻ ഇത് കൊടുത്തേച്ചും വരാവേ. വേഗം വാ. അച്ചായ ആർക്ക് അച്ചായ? അച്ചായ എനിക്ക് വിശക്കുന്നു, കഴിക്കാൻ പോണോ? ഒന്ന് തുറന്നേ. വേണ്ടേ വേണ്ട, ഞാൻ കഴിച്ചേച്ചും വന്നിട്ട് ബാക്കി തരാവേ. ഈ സാധനം ഇവിടെ ഇരിക്കട്ടെ, കഴിച്ചേച്ചും വരാവേ. ഹായ്. ഹായ്, ഇരിക്കെ. ഞാൻ ഒന്ന് കൈ കഴുകിയ ശേഷം വരാം. സോറി. ബീഫ് എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടുണ്ട്. ഞാനുണ്ടാക്കിയതാ. ഓ, ഇത് വഴറ്റി എണ്ണ ഉലുവ പൊട്ടിച്ചായിരുന്നല്ലേ? ഓ, കുക്കിംഗ് ഒക്കെ അറിയോ? എനിക്കറിയത്തൊന്നുമില്ല. എൻ്റെ വല്യമ്മച്ചി അങ്ങനെ ഉണ്ടാക്കാറ്. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ, എന്നാ കുറച്ച് എടുത്തോളൂ, അമ്മയ്ക്ക് കൊടുക്കാലോ. ഓ, അമ്മ മരിച്ചു പോയി. ഇപ്പോൾ വല്യമ്മച്ചി മാത്രമേ ഉള്ളൂ. ഓ സോറി. കുഴപ്പമൊന്നുമില്ല, വല്യമ്മച്ചി നല്ല കുക്കാണ്. ആ ചേച്ചി പറയും. അതിനാ എൻ്റെ ആവശ്യം കഴിഞ്ഞു. എവിടെ വരണ്ടേ? മതിയോ? ശരിയാ, കവലയിലാകുമ്പോൾ തീരെ ആളുകൾ ഉണ്ടാവില്ലല്ലോ. അതെ, ഞാൻ നിന്നെ കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് വിളിക്കാം. ഇപ്പൊ വർക്കില്ല ആക്ച്വലി. ശരി. സംസാരിച്ചൂടായിരുന്നോ? ഹേയ്, നമുക്ക് സംസാരിക്കാലോ. അതത്ര അർജന്റൊന്നും അല്ല. ആരായി ജിജി? ഞാൻ ഇസ്രായേലിൽ പോകാനൊരു ജോലിക്ക് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ജിജി ആ ഏജൻസിൽ വർക്ക് ചെയ്യുന്നൊരു കുട്ടിയാണ്. അത്രേ ഉള്ളൂ? അത്രേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ അത്രയല്ല. പിന്നെത്ര? ഓഹ്, അങ്ങനെ കുത്തി കുത്തി ചോദിക്കാൻ മാത്രമൊന്നും ഇല്ലെന്ന്. മനസ്സിലായി. ഒരെണ്ണേ ഉള്ളോന്നാണ് എൻ്റെ സംശയം. ഇതൊരു കുടുംബം ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻ എന്നുള്ള അതിന് ഒരു മോല് നടക്കരുന്നേ. എന്നാ പിന്നെ ഒരെണ്ണം കൂടി ആവാല്ലേ? ആവാം.
പപ്പടമായിരുന്നു ഉദ്ദേശിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ചു നമ്മൾ ഈ പ്രേമത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു വന്നുണ്ട്. ഇപ്പോഴത് പോരല്ലേ. ഓ, അതുള്ളതില്ലാത്തൊക്കെ ഒരേപോലെ. അപ്പോൾ എന്തെങ്കിലും നടക്കുന്നത് വേണം. നടക്കുന്നതല്ല, ഓടുന്നത്. ഓടി ഓടി എവിടം വരെ എത്തും. ഓടി ഓടി ഇഷ്ടപ്പെടുന്ന ആളുടെ മനസ്സിലെത്തും.